ഇക്വലൻസ് റിലേഷന്റെ മൂന്നാമത്തെ ടോപ്പിക്കും കൂടെ നമ്മൾ കവർ ചെയ്താലാണ് നമുക്കൊരു റിലേഷൻ ഇക്വലൻസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. എന്താണ് ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവ് മൂന്നാമത്തെ കണ്ടീഷനാണ്. എന്താണ് ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ? എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് ട്രാൻസിറ്റീവ്. എ റിലേഷൻ ആർ ഓൺ എ set A is transitive. A R B relation R on a set A is transitive ആകണമെങ്കിൽ A R B and B R C then implies A R C ആണ്. എന്താ ഇതിനകത്ത് അർത്ഥം? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ദെൻ അടുത്ത ഈ ബിക്ക് വേറൊരു റിലേഷൻ വേണം. ബി സി ബിലോങ്സ് ടു ആർ. ദെൻ ഇതിനകത്ത് എന്തായിരിക്കണം? എ സി ബിലോങ്സ് ടു ആർ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിലേഷൻ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു സെറ്റാണ്. നമുക്ക് 1 2 3 തന്നേക്കുവാന്ന് വെച്ചു. നമ്മൾ ഇതിനകത്ത് ഒരു റിലേഷൻ ആർ എഴുതുവാണ്. ഞാനിവിടെ ആർ ഈക്വൽ ടു 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 1 2 ഉണ്ട്, ദെൻ 2 3 ഉണ്ട്, ദെൻ 1 3 ഉണ്ട്. 3 ഫംഗ്ഷൻ നമ്മളോട് കുറെ എലമെന്റ്സ് റിലേഷൻ ആറിൽ എഴുതി. ഇവിടെ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഉണ്ട്. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. നമുക്ക് ഇവിടെ എന്താ ആദ്യം നോക്കണേ? 1 1 അതിനോട് തന്നെയാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 1 2 ഉണ്ട്, ആ 2വിന് 3യോട് കണക്ഷൻ ഉണ്ട്, അതിന് 1 3യോട് കണക്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് എടുക്കാം 1 2 ബിലോങ്സ് ടു ആർ ആണ്, ദെൻ 2 3 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 3 ബിലോങ്സ് ടു അതും നമുക്ക് എന്ത് കിട്ടി? ആറാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഈസ് ട്രാൻസിറ്റീവ് ആണ്. ആർ എന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇതൊരു എക്സാമ്പിൾ, ദെൻ അനദർ എക്സാമ്പിൾ, ദെൻ R2 എന്ന് പറഞ്ഞ ഒരു റിലേഷൻ എടുക്കാം. R2 ഈക്വൽ ടു 1 3 ഉണ്ട്, 3 2 ഉണ്ട്, ദെൻ 1 2 ഉണ്ട്, 2 2 ഉണ്ട്, ഇത്ര എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ R2 എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ നോക്കാം 1 3 ഉണ്ട്, അപ്പൊ 1 3 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ അടുത്ത ഈ 3ക്ക് കണക്റ്റുള്ള കണക്ഷൻ ആയിട്ട് 2 ഉണ്ട്, അപ്പൊ 3 2 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ എന്ത് വേണം നമുക്ക്? ഈ 1 2 ബിലോങ്സ് ടു ആർ ആവണം. 1 2 ബിലോങ്സ് ടു ആർ. 1 2 ഉണ്ടോ നോക്കിയേ? 1 2 ഉണ്ട് അല്ലേ? അപ്പൊ therefore ഈ R2 ഈസ് ട്രാൻസിറ്റീവ് ആണ്. R2 ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അനദർ എക്സാമ്പിൾ എടുക്കാം. R3 എന്ന് പറഞ്ഞ ഒരു റിലേഷൻ നമ്മൾ എടുത്തുവാണ്. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, ദെൻ 3 3 ഉണ്ട്. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം നമുക്ക്. എക്സാമ്പിൾ നമുക്ക് ഒരു R3 നോക്കാം. 1 2 ബിലോങ്സ് ടു ആർ ഇവിടെ അല്ലേ? 1 2 ബിലോങ്സ് ടു ആർ ആണ്, ദെൻ 2 3 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വേണം? ഈ 1 3 ബിലോങ്സ് ടു ആർ വേണം. പക്ഷെ നമുക്ക് 1 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. ഇതിനകത്ത് 1 3 ഇല്ല, അപ്പൊ R3 ആണ്. ഇവിടെ നമ്മൾ R3 കൊടുത്ത് R3 കൊടുക്കുക. 1 3 ഡസ് നോട്ട് ബിലോങ്സ് ടു R3 ആണ്. അപ്പൊ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? R3 ഈസ് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. R3 എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. R3 ഈസ് നോട്ട് ട്രാൻസിറ്റീവ്.